പൊന്മുടി കേരളത്തിൻ്റെ തെക്കേറ്റത്ത് തിരുവനന്തപുരം ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകളിൽ ഉൾപ്പെട്ട ഭാഗമാണ് പൊന്മുടി. വളരെ സുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങളും തണുത്ത കാലാവസ്ഥയും ഒക്കെയുള്ള ഒരു അടിപൊളി സ്ഥലം. അവിടേക്കാണ് ഈ യാത്ര. പൊന്മുടി എന്ന പേരിൻ്റെ അർത്ഥം സുവർണ കൊടുമുടി എന്നാണത്രേ. സൂര്യാസ്തമയ സമയത്ത് തിളക്കമാർന്ന പ്രതിഭാസം രൂപപ്പെടുന്നത് കൊണ്ടാകണം ഒരുപക്ഷെ ഇങ്ങനെ അറിയപ്പെടുന്നത്. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് 61 കിലോമീറ്റർ വടക്ക് കിഴക്കായാണ് ഈ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ മറ്റു പല ഹിൽ സ്റ്റേഷനുകളെയും പോലെ പൊന്മുടിയും പ്രാഥമികമായി തദ്ദേശീയ ഗോത്രങ്ങൾ അധിവസിച്ചിരുന്ന ഗ്രാമപ്രദേശമായിരുന്നു. അതിന്റെ പർവ്വത പ്രദേശങ്ങൾ കൃഷിക്ക്, പ്രത്യേകിച്ച് തേയില, ഏലം, റബ്ബർ തുടങ്ങിയ വിളകളുടെ കൃഷിക്ക് ഉപയോഗിച്ചിരുന്നവയായിരുന്നു. 19-ാം നൂറ്റാണ്ടോടെയാണ് ഈ പ്രദേശം അതിന്റെ പ്രകൃതി ഭംഗിയാലും കാർഷിക സാധ്യതകളാലും കൂടുതൽ ശ്രദ്ധ നേടിയത്. ഇന്നിപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പൊന്മുടി അതിന്റെ തണുത്ത കാലാവസ്ഥ, തേയിലത്തോട്ടങ്ങൾ, ട്രക്കിംഗ്, പക്ഷി നിരീക്ഷണം, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ അതിഗംഭീര അവസരങ്ങളാണ് ഇവിടെ വരുന്നവർക്കായി കാത്തുവച്ചിരിക്കുന്നത്. പൊന്മുടിയിലേക്കുള്ള യാത്രാമധ്യേ ഒരു അതിഥിയെ കണ്ടുമുട്ടി. വളരെ ശാന്തനായി നിന്ന് പുല്ല് തിന്നുന്ന ഒരു കലമാൻ. പൊന്മുടി കലമാനുകളുടെ പ്രധാന കേന്ദ്രം കൂടിയാണ്. കുറച്ചുനേരം ആ മാനിനെ നോക്കി നിന്നപ്പോഴാണ് മറ്റൊരാളെ കണ്ടത്. അവൻ മാത്രമല്ല, ഞാനും ഇവിടെ ഉള്ളതാണേ എന്ന ഭാവത്തിൽ വേറൊരു മാൻ. അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തി ഈ മലനിരകളുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ മനസ്സിൽ തോന്നി, ഈ ഭൂമി എത്ര സുന്ദരമാണ്. അങ്ങനെ പൊന്മുടിയുടെ ഏറ്റവും മുകളിലത്തെ വ്യൂ പോയിന്റിലെത്തി കുറച്ചു നേരം അവിടെ നിന്നു. പറയാതിരിക്കാൻ വയ്യ, അത്രയേറെ സുന്ദരിയാണ് ഈ പൊന്മുടി. മഴയുള്ള കാലാവസ്ഥയിൽ വരികയാണെങ്കിൽ മഴമേഘങ്ങളും കോടമഞ്ഞും ഒക്കെയായി പൊന്മുടി ഇതിലും സുന്ദരിയായി കാണപ്പെടും. മലനിരകളിൽ കൂടി നടക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ചെറിയ അട്ടകൾ കാലിലൊക്കെ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. കാഴ്ചയിൽ ചെറുതാണെങ്കിലും ചോര കുടിച്ചു കഴിയുമ്പോൾ വലുതാകും. എന്താ അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.